പ്രത്യാശയിൻ പ്രദീപമേ, യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ. എൻ ആശ ഒന്നു മാത്രമേ, നിന്നെ കാണുവാൻ വിൻ തേജസ്സിൽ. എൻ ആശ ഒന്നു മാത്രമേ, നിന്നെ കാണുവാൻ വിൻ തേജസ്സിൽ. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ, യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ. കണ്ണുനീർ നിറഞ്ഞ ലോകമേ, നിന്നിൽ നിന്നു ഞാൻ മറയട്ടെ. കണ്ണുനീർ നിറഞ്ഞ ലോകമേ, നിന്നിൽ നിന്നു ഞാൻ മറയട്ടെ. കണ്ണിമയ്ക്കും നൊടി നേരത്തിൽ എത്തും ഞാൻ വയൂല തീരത്തിൽ. കണ്ണിമയ്ക്കും നൊടി നേരത്തിൽ എത്തും ഞാൻ വയൂല തീരത്തിൽ. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ, യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം, ഡോണ്ട് ഗെറ്റ് ബോഗ്ഡ് ഇൻ ടൈംസ് ഓഫ് ട്രബിൾ. കഷ്ടകാലത്ത് കുഴഞ്ഞു പോകരുത്. സദൃശവാക്യങ്ങൾ 24 അധ്യായം 10 തിരുവചനം. Proverbs chapter 24 verse 10. If you faint in the day of adversity, your strength is small. കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ. സമൃദ്ധിയുടെ കാലത്ത് നമ്മിലുള്ള കൃപയുടെ ജ്വലനം കഷ്ടകാലത്തും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. കഷ്ടകാലത്ത് നാം കുഴഞ്ഞു പോയാൽ അത് നമ്മളിലുള്ള ആത്മീയ ബലത്തെ നഷ്ടമാക്കും. ഏശാവ് പുറത്തുനിന്ന് വന്നു ക്ഷീണിച്ചിരിക്കുമ്പോൾ യാക്കോബ് നീട്ടിയ ഒരു പാത്രം പായസത്തിന് മുൻപിൽ ഏശാവ് തന്റെ ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തി. നമ്മുടെ മനസ്സ് കഷ്ടകാലങ്ങളിൽ ക്ഷീണിക്കരുത്. നാം തളരാതെ നിലനിൽക്കേണ്ട പല മേഖലകളുമുണ്ട്. ഒന്ന്, നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത്. ഒന്നുകൂടെ പറയാം, നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത്. ഗലാത്യലേഖനം 6:9-10 വാക്യങ്ങൾ. Galatians chapter 6, 9 and 10 verses. And let's not grow weary of doing good, for in due season we will reap if we do not give up. And the 10th verse, so then as we have opportunity, let's do good to everyone, and especially to those who are of the household of faith. നന്മ ചെയ്യുകയിൽ നാം അടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. രണ്ടാമത്തെ ചിന്ത, പ്രാർത്ഥനയിൽ തളർന്നു പോകരുത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 18 അധ്യായം അതിന്റെ 1 വാക്യം. ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 18 verse 1. And he told them a parable to the effect that they ought always to pray and not to lose heart. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. പ്രാർത്ഥന തന്നെയായ കർത്താവായ യേശുവാകുന്ന ദൈവമാണിത് പറയുന്നത്.
മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് മാത്രം അവധിയില്ല, അവധിക്കാലത്തും പ്രാർത്ഥനയാണ്. ഉദ്ദേശിച്ച കാര്യങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ മടുത്തു പോകുന്ന ഒരു മണ്ഡലമാണ് പ്രാർത്ഥനാ മണ്ഡലം. ദൈവത്തിന്റെ ഹിതമാണ് നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി. ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഓരോ പദ്ധതികൾ മുൻകൂട്ടി നിയമിച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ ശുശ്രൂഷകളും ഉണ്ട്. അതുകൊണ്ട് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. മൂന്നാമത്തെ ആശയം, ശാരീരിക ക്ലേശങ്ങളിൽ തളർന്നു പോകരുത്. ശാരീരിക ക്ലേശങ്ങളിൽ തളർന്നു പോകരുത്. ഇത് മണ്ണിൽ നിന്ന് എടുത്തതാണെന്ന് മറന്നു പോകരുത്. ബാഹ്യലോകത്ത് ഒരുപാട് വിപത്തുകൾ നമ്മൾ തരണം ചെയ്യുന്നു. ആന്തരികമായി പല വേദനകളും നമ്മെ ഞെരുക്കുന്നു. മുള്ളുകുത്തി നോവിച്ചപ്പോഴും പൗലോസ് അപ്പോസ്തലൻ അകത്തുള്ള മനുഷ്യനെ ക്ഷീണിപ്പിക്കാതെ തന്റെ ഉത്തരീയം വലിച്ചെറിഞ്ഞ് രോഗികളെ സൗഖ്യമാക്കി. പൗലോസ് അപ്പോസ്തലന്റെ ധീരമായ വാക്കുകൾ ഈ അവസരത്തിൽ നമുക്ക് ശ്രദ്ധിക്കാം. 2 കൊറിന്ത്യൻസ് 4 അധ്യായത്തിന്റെ 16 വാക്യം. 2 Corinthians chapter 4 verse 16. So we do not lose heart, though our outer self is wasting away, our inner self is being renewed day by day. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. ആമേൻ. നാം കഷ്ടകാലങ്ങളിൽ തളർന്നു പോകാതെ നിൽപ്പാൻ എന്ത് ചെയ്യണം? വേറൊന്നും ചെയ്യണ്ട. വചനത്തിലേക്ക് വരിക. സങ്കീർത്തനങ്ങൾ 27, Psalm 27 verse 14. Wait for the Lord. Be strong and let your heart take courage. Wait for the Lord. കർത്താവിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, കർത്താവിൽ പ്രത്യാശ വയ്ക്കുക. സ്തോത്രം. കർത്താവ് ആരാണെന്ന് രുചിച്ചറിഞ്ഞ ഹല്ലേലൂയ. സങ്കീർത്തനക്കാരനായ ദാവീദിന്റെ ഹൃദയ നിശ്ചയമാണത്. ദാവീദിനെ പോലെ ഇത്രയും കഷ്ടതയും പ്രയാസത്തിലൂടെയും കടന്നു വന്ന ഒരു വിശുദ്ധൻ ഇനി ജനിക്കാനില്ല. ചുറ്റും കഷ്ടതയുടെ അന്ധകാരം വരുമ്പോൾ പറയുക, എനിക്ക് സമൃദ്ധി നൽകി അനുഗ്രഹിച്ച ദൈവത്തെ കഷ്ടകാലത്ത് ഞാൻ പാടി സ്തുതി. ഞാൻ ക്ഷീണിച്ചു പോകുകയില്ല, കുഴഞ്ഞു പോകുകയില്ല. കർത്താവിലാണ് എന്റെ ബലം, കർത്താവിലാണ് എന്റെ ആശ്രയം. ഞാൻ കാൽവരിയിൽ കിടന്ന യേശുവിനെ നോക്കും. യേശുവിന്റെ കൈകാലുകളിൽ ആണിയടിക്കപ്പെട്ട് കിടന്നപ്പോൾ, തലയിൽ മുൾമുടി അടിച്ചു കയറ്റിയപ്പോൾ, കന്നത്തടിച്ചപ്പോൾ, കാർക്കിച്ചു തുപ്പിയപ്പോൾ, മുറിവേറ്റ ശരീരത്തിൽ നിന്നും വസ്ത്രം വലിച്ചൂരിയപ്പോൾ, ചങ്കിലെ അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിക്കൊടുത്തപ്പോഴും യേശു ആത്മീയ ബലത്താൽ ഉറച്ചു നിന്നു. കാരണം യേശുവിനറിയാം 3-ാം ദിവസം ഒരു ഉയർപ്പുണ്ട്. ലോകത്തിന് മഹാസന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുന്ന ഒരു ഉയർപ്പ്. നമ്മുടെ കഷ്ടങ്ങൾ നൊടിനേരത്തേക്ക് മാത്രമാണ്. കാണാത്ത നിത്യമായ ഒരു സന്തോഷം നമ്മെ കാത്തിരിക്കുന്നു. അതിനാൽ കഷ്ടകാലം വരുമ്പോൾ, ജീവിതത്തിൽ ക്ഷീണിച്ചു പോകുമ്പോൾ, ലോകത്തിലെ കഷ്ടത്തെ ജയിച്ച യേശു കൂടെ ഉണ്ട് എന്ന ചിന്ത നമ്മളിൽ ആത്മീയ ബലം നൽകട്ടെ. കഷ്ടകാലത്ത് കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ. കഷ്ടകാലങ്ങളിലും ദൈവത്തെ സ്തുതിച്ച് ആത്മീയ കരുത്ത് നമുക്ക് നേടാം. ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ, ക്ഷണികമായ ഞങ്ങളുടെ ജീവിതത്തിന്റെ മുൻപിൽ ഞങ്ങൾക്ക് കണ്ടുപിടിക്കുവാനായിട്ടുള്ള ഏക ഉദാഹരണം അങ്ങ് മാത്രമാണല്ലോ. അവിടുത്തെ ജീവിതത്തിൽ കടന്നു വന്ന എല്ലാ കഷ്ടങ്ങളെയും അവിടുന്ന് തരണം ചെയ്തതുപോലെ നിന്റെ മക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്യുവാൻ, ഞങ്ങളുടെ മുന്നിൽ വരുന്ന മതിലുകളെ ചാടിക്കടക്കുവാൻ സ്വർഗം ഞങ്ങളെ ശക്തീകരിച്ചിരിക്കയാൽ നന്ദി പറയുന്നപ്പ. ഇന്ന് വചനം കേട്ട് ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. കുടുംബമായി ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. അടിയങ്ങളോ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മേ കർത്താവേ, വിശ്വാസ ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന എല്ലാ പ്രയാസഘട്ടങ്ങളെയും തരണം ചെയ്യുവാൻ സ്വർഗം ഞങ്ങളെ ശക്തീകരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമനപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ മാതൃരാജ്യമായ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യമായി മാറട്ടെ. ഞങ്ങളുടെ എല്ലാ സംസ്ഥാനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കേരളത്തെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം, സ്തോത്രം. ഓരോ ദിവസം ചെല്ലുന്തോറും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഞങ്ങളുടെ സംസ്ഥാനത്ത് കടന്നു വരുമ്പോൾ അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ കേരളത്തിലുള്ള നിന്റെ മക്കളായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതുപോലെ കർത്താവേ, കർണാടകയിലും തമിഴ്നാട്ടിലുമുള്ള മക്കളെ പ്രത്യേകമായി കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലുള്ള തലമുറകളെ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്യുവാൻ, പുറകോട്ട് പോകാതെ ഭീരുക്കളാകാതെ അങ്ങയിൽ ആശ്രയിച്ചും മുന്നോട്ട് പോകാനുള്ള ശക്തി മക്കൾക്ക് പകരണമേ. ആത്മഹത്യ പ്രവണത മക്കളുടെ ജീവിതത്തിൽ നിന്ന്
വിട്ടുമാറട്ടെ. അവർ പഠിക്കുന്ന സ്കൂളിലും കോളേജിലും അനുഗ്രഹിക്കണമേ കർത്താവേ. അവിടുത്തെ അഗ്നിയുടെ അഭിഷേകത്താൽ മക്കളെ നിറയ്ക്കണം. ഞങ്ങളുടെ വയലുകളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ഓഫീസുകളെ, ഞങ്ങളുടെ ബിസിനസ്സിന്റെ അതിരുകളെ അവിടുന്ന് വിശാലമാക്കുന്നതിനായി സ്തോത്രം. ഇന്നത്തെ ദിനം അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനമായി അവിടുന്ന് തന്നതിനായി സ്തോത്രം. അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും തിരുസാന്നിധ്യ മേഘസ്തംഭമായ അഗ്നി തൂണായി കൂടെ വന്ന് ദൃഷ്ടി വെച്ച ആലോചന തരുന്നതിനായി സ്തോത്രം. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എൻ ഓട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും, എൻ ഓട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും വ്യർത്ഥമല്ലാതു നിശ്ചയം വേഗം കാണുമെൻ മണാളനേ. വ്യർത്ഥമല്ലാതു നിശ്ചയം വേഗം കാണുമെൻ മണാളനേ. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ, പ്രത്യാശയൻ പ്രദീപമേ. യേശുവേ മണാളനേ, പ്രത്യാശയൻ പ്രദീപമേ.